വെളിച്ചം. വെളിച്ചമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അറ്റം കാണാത്ത കടൽ പോലെ, അതിരില്ലാത്ത ആകാശം പോലെ അന്ധകാരം, ചുറ്റിലും അന്ധകാരം. അവിടെയാണല്ലോ വെളിച്ചത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. വെളിച്ചം, അത് തരുന്ന വിളക്ക്, അതിന് അനവധി നിർവചനങ്ങളുണ്ട്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന മഹാകവി ഉള്ളൂരിന്റെ പ്രശസ്തമായ വരികൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ എന്തോരം അർത്ഥങ്ങളാണ്. കത്തുന്ന വിളക്ക് വെളിച്ചവും വെളിച്ചത്തിലുപരി അറിവായും ആത്മീയ ചൈതന്യവുമായുമൊക്കെ പ്രാചീനകാലം മുതൽക്കേ പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ട്. ലോകത്തിലെ പുരാതന നാഗരികതകൾ മുതൽ ഇങ്ങോട്ട് വിളക്ക്, ദീപം ആധുനിക മനുഷ്യരുടെ വരെ സാംസ്കാരിക ആരാധനാ സമ്പ്രദായങ്ങളിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്നു. തിരുനാളങ്ങൾ മനുഷ്യരുടെ ആഘോഷങ്ങളുടെയും ആരാധനകളുടെയും ഭാഗമായത് മനുഷ്യൻ തീയെ തിരിച്ചറിഞ്ഞ കാലം മുതൽക്കാണെന്ന ചരിത്രം. വിളക്കിലെ വെളിച്ചം തെളിച്ചമായും അറിവായും ഐശ്വര്യമായും ഈശ്വരനായും നിറഞ്ഞു കത്തുന്നു നിത്യവും നമ്മുടെ നാട്ടിൽ. ആഘോഷവേളകളെ അടയാളപ്പെടുത്തുന്ന അലങ്കാര ദീപങ്ങൾ, ദീപാലങ്കൃതമായ ആഘോഷമായി മാറുന്ന ദീപാവലി. കാട്ടുതീയുടെ ആളുന്ന വെളിച്ചത്തിൽ നിന്ന് പൂർവ്വ മനുഷ്യർക്ക് കിട്ടിയ പല അറിവുകളുടെയും തെളിച്ചം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ അറിവ് കൈമാറുമ്പോഴും അഗ്നിസാക്ഷിയായിരുന്നു. കാട്ടുതീയായും അടുപ്പിൽ നിറഞ്ഞു കത്തിയും പന്തമായി മുന്നേ വെളിച്ചം വീശിയും വിളക്കായി നിന്ന് കത്തിയും തലമുറകളിലൂടെ തീ ഒരു ദീപശിഖാ പ്രയാണം നടത്തിയ ചരിത്രം ചെറുതല്ല. കാടിനെ വിഴുങ്ങി പുരാതന മനുഷ്യരെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത അതേ തീ ഒരു വലിയ നാഗരികതയിൽ അലങ്കാര ദീപങ്ങളായി, ആടുന്ന തിരികളായി മാറിയ കഥയിൽ പല നൂറ്റാണ്ടുകളുടെ ബൃഹത്തായ മനുഷ്യചരിത്രം അടങ്ങിയിരിക്കുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യമൊന്നാകെ ദീപാലങ്കൃതമാകുന്ന ദീപാവലി ആഘോഷം. കൊളുത്തിവെച്ച ദീപങ്ങളുടെ നീണ്ട നിരയെയാണ് ദീപാവലി എന്ന വാക്കിനാൽ അർത്ഥമാക്കുന്നത്. വെളിച്ചമെന്നതിനപ്പുറത്തേക്ക് അലങ്കാരമെന്ന ചിന്തയിലേക്ക് വിളക്കുകൾ മാറിയത് എപ്പോഴാണ്, എങ്ങനെയാണ്? ഓർത്തു നോക്കിയിട്ടുണ്ടോ? തീക്കുണ്ടവും പന്തവും താണ്ടി വിളക്ക് എന്ന ആശയത്തിലേക്ക് മനുഷ്യൻ എത്തിയതും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. തുണിത്തരങ്ങൾ എന്ന ആശയം എണ്ണയൊഴിച്ച് തിരിയിട്ട് ആവശ്യമായ വെളിച്ചമുണ്ടാക്കുന്ന കണ്ടുപിടുത്തവും നിസ്സാരമല്ലല്ലോ. അഗ്നിയെ ആരാധിച്ച ഒരു സമൂഹം അതിന് സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യവും നൽകിയതായി ഇന്ത്യയുടെ ചരിത്രകാലം മാത്രമല്ല വർത്തമാനകാലവും പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ആരാധനാവേളകളിലും വെളിച്ചത്തിനായി കൊളുത്തിവെച്ച വിളക്കുകൾ പിന്നീട് ആചാരത്തിന്റെ ഭാഗമായി തീരുകയായിരുന്നു. മനുഷ്യനിലെ കലാബോധം പല വസ്തുക്കൾ കൊണ്ട് പല രൂപത്തിലുള്ള വിളക്കുകൾ സൃഷ്ടിച്ചു. ഒരേ സമയം ഒരേ ദിക്കിൽ കൊളുത്തിവെക്കപ്പെട്ട വിളക്കുകൾ നൽകുന്ന ദീപക്കാഴ്ച അലങ്കാര ദീപം എന്ന ആശയത്തിലേക്ക് ആ മനുഷ്യരെ ആകർഷിച്ചിരിക്കാം. ഇത്തരത്തിലെല്ലാമാണ് ആരാധനകളിൽ ആചാരത്തിന്റെയും ആഘോഷങ്ങളിൽ അലങ്കാരത്തിന്റെയും ഭാഗമായി ദീപങ്ങൾ മാറുന്നത്. ശില്പഭംഗിയുള്ള വിളക്കുകളിൽ സുഗന്ധമുള്ള പലതരം എണ്ണകൾ നിറച്ച് അതിൽ തിരിയിട്ട് ദീപം തെളിയിക്കുന്ന രീതി ഉണ്ടായിരുന്നു. തിരികത്തുമ്പോൾ അന്തരീക്ഷത്തിൽ ആ സുഗന്ധം വ്യാപിക്കുമായിരുന്നു അത്രേ. പാശ്ചാത്യ അധിനിവേശ ശക്തികളുടെ വരവോടെ ഇന്ത്യയിൽ അത്തരത്തിൽ വിശേഷ സുഗന്ധം പരത്തുന്നതും സാധാരണമായതുമായ മെഴുകുതിരികൾക്ക് പ്രചാരമുണ്ടാവുകയും അതിന് പ്രാദേശികമായ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും 20-ാം നൂറ്റാണ്ട് വരെയും വൈദ്യുതി വ്യാപിക്കുന്ന കാലം വരെയും എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകളോടായിരുന്നു ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രിയം. അവരുടെ മനോഹരമായ ദീപാലങ്കാരങ്ങളെല്ലാം എണ്ണത്തിരിവിളക്കുകൾ കൊണ്ടായിരുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളിൽ കത്തി നിൽക്കുന്ന ദീപസ്തംഭങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല തട്ടുകളായി കൃഷ്ണശിലയിലോ ലോഹത്തിലോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ദീപസ്തംഭങ്ങൾ. കണക്കിലെ ഒറ്റ സംഖ്യകൾ പ്രകാരമാണ് ദീപസ്തംഭങ്ങളിൽ ദീപത്തട്ടുകൾ പണിയുന്നത്. നിശ്ചിത അകലത്തിൽ അടുക്കടുക്കായിട്ടാണത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സന്ധികളിൽ നിറഞ്ഞു കത്തുന്ന ദീപസ്തംഭം ക്ഷേത്ര സങ്കേതങ്ങളുടെ ആത്മസൗന്ദര്യം തന്നെയും വെളിപ്പെടുത്തുന്നു. ക്ഷേത്രങ്ങളിൽ ഈ വിധം ആചാരവും അലങ്കാരവുമായി മാറുന്ന മറ്റൊരു ദീപക്കാഴ്ച ചുറ്റുവിളക്കാണ്. ചുറ്റമ്പലത്തിന് പുറത്തെ ചുവരുകളിൽ
ചുറ്റോടു ചുറ്റുമായി ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള കൽവിളക്കുകളുടെയോ ലോഹവിളക്കുകളുടെയോ കൂട്ടത്തെയാണ് ചുറ്റുവിളക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ധികളിൽ ദീപാരാധനയ്ക്ക് മുമ്പായി ആ വിളക്കുകളിൽ യഥാശക്തി നെയ്യോ നല്ലെണ്ണയോ എള്ളെണ്ണയോ ഒഴിച്ച് ദീപം പകരുക എന്നതും ഒരു അലങ്കാര വഴിപാടാണ്. കേരളത്തിലെ ക്ഷേത്ര സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട ദീപാരാധന എന്ന വാക്ക് അഥവാ ചടങ്ങ് ദീപത്താൽ ദേവപ്രീതി വരുത്തുന്നതിനെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. കേരളത്തിന് പുറത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന ആരതി എന്ന വാക്കും ദീപങ്ങളാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞല്ലോ, ഇന്ത്യൻ ആത്മീയധാരയിൽ അഗ്നിക്ക് നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഇത്തരം ആചാരങ്ങളുടെയെല്ലാം പൊതുവായ കാതൽ. ദൈവമായും ദൈവികമായും ആരാധിക്കപ്പെടുന്ന അഗ്നി. യാഗം ഹോമകുണ്ഡങ്ങളിലെ അഗ്നിക്ക് ദേവസ്ഥാനം കൽപ്പിച്ച് നൽകിയിട്ടുള്ളതുപോലെ ആരാധനാവേളകളിൽ കൊളുത്തിവെക്കുന്ന വിളക്കുകളിലും ദൈവികത കണ്ടുപോരുന്നു. വിളക്കുകൾ ആചാരാഘോഷങ്ങളുടെ ഭാഗമാകുന്ന ഏറ്റവും വലിയ ആഘോഷം ഇന്ത്യ ഒന്നാകെ കൊണ്ടാടുന്ന ദീപാവലിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദീപങ്ങളുടെ ഈ ആഘോഷത്തിന് പല നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോന്ന പല ചരിത്രങ്ങളുമുണ്ടെന്നറിയാമോ? ഹിന്ദുവിന്റെയും ജൈനന്റെയും സിഖുകാരന്റെയും എല്ലാമാകുന്ന ദീപാവലി ചരിതം ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വത്തിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ഹിന്ദു സംസ്കാരത്തിൽ ദീപാവലി ആഘോഷിക്കുന്നതിന് പിന്നിലെ ചരിത്രത്തിൽ ഇതിഹാസ കഥാസന്ദർഭങ്ങൾ കാണാം. ആദികാവ്യമായ രാമായണവുമായി ബന്ധപ്പെട്ടതാണ് അതിലൊന്ന്. 14 വർഷത്തെ വനവാസം, രാവണവധം, സീതാരാമ സമാഗമ ശേഷം അയോധ്യയിൽ സീതാരാമ ലക്ഷ്മണന്മാർ മടങ്ങിയെത്തിയതിനെ അയോധ്യാവാസികൾ വീടും പരിസരവും ദീപങ്ങൾ കൊളുത്തി നഗരത്തെ ആകെ അലങ്കരിച്ച് ആഘോഷിച്ചു എന്നതാണ് ആ കഥ. രാമായണം എഴുതപ്പെട്ട കാലത്തിന്റെ പഴക്കം പരിശോധിക്കുന്നത് കൊണ്ട് മാത്രം അതൊതുങ്ങുന്നില്ല. അതിനു മുമ്പ് രാമകഥ ഈ ജനസമൂഹത്തിൽ വാമൊഴിയായി നിലവിലുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ആദികാവ്യത്തെ അവലംബിച്ചുകൊണ്ട് അനവധി ഭാഷകളിൽ അനേകമായ രാമായണങ്ങൾ ഉണ്ടായി. രാമൻ എന്തെന്നില്ലാത്ത ദൈവിക പരിവേഷമുണ്ടായി. ഈ ഒരു പ്രചാരം പ്രാദേശികമായിരുന്ന ദീപാവലി ആഘോഷത്തെയും ഒരു ദേശീയോത്സവം എന്ന പരിവേഷത്തിലേക്ക് വളർത്തിയെടുക്കാൻ കാരണമായിട്ടുണ്ടാവും. ഹിന്ദു വിശ്വാസപ്രകാരം ദീപാവലിയെ സംബന്ധിച്ച് പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം മാത്രമാണിത്. ഇത് രാമായണ കഥയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അടുത്തതാകട്ടെ മഹാഭാരതത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ ഇതിനെ പൊതുവായി ബന്ധിപ്പിക്കുന്നത് രാമായണത്തിനും മഹാഭാരതത്തിനുമുള്ള വൈഷ്ണവ മത സ്വാധീനമാണ്. ഉത്തരേന്ത്യ ഉൾപ്പെടുന്ന വലിയൊരു ഭാഗത്ത് രാമായണ കഥയുമായി ബന്ധപ്പെട്ട് ദീപാവലി ആഘോഷിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലാണ് ആ മിത്തിനൊരു മാറ്റമുണ്ടാവുന്നത്. രാമായണത്തിന് പകരം മഹാഭാരത കഥയാണ് അവലംബമാക്കുന്നത്. സ്വാഭാവികമായും രാമന് ബദലായി അവിടെ കൃഷ്ണൻ കടന്നു വരുന്നു. നരകൻ എന്ന ഘോരാസുരനെ വധിച്ച് ഭൂമിയിൽ തിന്മയുടെ അന്ധകാരം നീക്കിയ കൃഷ്ണനെ വരവേൽക്കാൻ പ്രജകൾ ദീപങ്ങൾ കൊളുത്തി പുരകൾ അലങ്കരിച്ചു എന്നതാണ് ദക്ഷിണേന്ത്യയിലെ ദീപാവലി ആഘോഷത്തിന് പിന്നിലെ കഥ. രാമകഥാകാലത്തെ പുരാണത്തിൽ ത്രേതായുഗമെന്ന് പറയുന്നത് പോലെ തന്നെ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണ കാലത്തെ ദ്വാപരയുഗമെന്ന് വിശേഷിപ്പിക്കുന്നതായി കാണാം. ഇനി ഇതിഹാസാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആദികാവ്യമായ രാമായണമാണല്ലോ പ്രഥമ സ്ഥാനത്ത്. അതിനർത്ഥം രാമായണത്തിന്റെ ആവിർഭാവം മുതൽ എന്തായാലും ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷിച്ചു തുടങ്ങിയിരിക്കും. ദക്ഷിണേന്ത്യയിലാകട്ടെ മഹാഭാരത കഥയുടെ സ്വാധീനകാലത്ത് ദീപാവലി ആഘോഷിച്ചു തുടങ്ങിയെന്ന് പറയാം. ഈ രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായ മിത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് ആദ്യം ദീപാവലി ആഘോഷിച്ചു തുടങ്ങി. അതിനുശേഷം പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ദീപാവലി ഇന്ത്യയുടെ ദക്ഷിണഭാഗത്ത് ആഘോഷിച്ചു തുടങ്ങിയത്. വിഭിന്നമായ ഐതിഹ്യ പരിസരങ്ങളിലാണ് ആഘോഷമെങ്കിലും ഇതിലെ പൊതുവായ വൈഷ്ണവ മതസ്വാധീനം പോലെ തുലാമാസത്തിലെ കൃഷ്ണപക്ഷം അഥവാ അമാവാസി ദിവസം തന്നെ രാജ്യം എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കുന്നു. ഹിന്ദുമതത്തിലെ മാതൃദേവാരാധനയുമായും ദീപാവലി എന്ന ആഘോഷത്തെ പാരമ്പര്യമായി ബന്ധിപ്പിക്കുന്നുണ്ട്. നവരാത്രി കാലത്തെ ശക്തി സരസ്വതി പൂജ പോലെ ദീപാവലി എന്ന ആഘോഷത്തിൽ ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയെയും ആരാധിക്കുന്ന പതിവുണ്ട്. വൈഷ്ണവ മതത്തിലും വിഷ്ണുപത്നി എന്ന നിലയിൽ ലക്ഷ്മി ദേവി ആരാധനാപാത്രമാണല്ലോ. ശ്രീ മഹാലക്ഷ്മിയുടെ ജന്മദിനമാണ് ദീപാവലി എന്നൊരു ഐതിഹ്യവുമുണ്ട്.
സ്വന്തം ഐശ്വര്യത്തിലും നിത്യയൗവനത്തിലും ഭ്രമിച്ച ദേവരാജാവായ ഇന്ദ്രനോട് കോപം തോന്നി ശാപവർഷം ചൊരിയുന്ന ദുർവാസാവിന്റെ പുരാണകഥ പ്രസിദ്ധമാണല്ലോ. മോക്ഷാർത്ഥം പാലാഴിമഥനം നടത്തിയ കഥ ഓർക്കുന്നില്ലേ? തനിക്ക് കാണിക്കയായി ലഭിച്ച ദിവ്യഹാരമായ ഒരു പാരിജാതമാല മഹർഷി ദുർവാസാവ് ഇന്ദ്രന് സമ്മാനമായി നൽകുന്നു. അണിയാനായി സ്വീകരിച്ചതെങ്കിലും ഇന്ദ്രനത് തന്റെ വാഹനമായ ഐരാവതത്തിന്റെ മുകളിൽ അല്പസമയം വയ്ക്കുന്നു. മാലയിലെ പൂക്കളിൽ ആകൃഷ്ടരായ വണ്ടുകൾ മാലയെ ചൂഴുന്നു. മാല ഇരിക്കുന്നതാകട്ടെ ഐരാവതം എന്ന ഇന്ദ്രവാഹനമായ വെള്ളാനയുടെ മുകളിലും. വണ്ടുകളുടെ ശല്യം സഹിക്കവയ്യാതെ കുപിതനായ ഐരാവതം ഹാരം തുമ്പിക്കൈയാലെടുത്ത് നിലത്തിട്ട് ചവിട്ടി അരച്ചു കളയുന്നു. ഇത് കണ്ട് ക്ഷിപ്രകോപിയായ ദുർവാസാവ് ഐരാവതത്തിന്റെ അധിപനായ ഇന്ദ്രനെ ശപിക്കുന്നു. ദേവന്മാർക്ക് ജരാനരകൾ ഉണ്ടാവട്ടെ എന്നും ഐരാവതം ഉൾപ്പെടെ സമസ്ത ഐശ്വര്യവും നഷ്ടമാവട്ടെ എന്നുമായിരുന്നു ആ ശാപം. ആ ശാപത്താൽ ദേവന്മാർക്ക് അവശത ഉണ്ടാവുക മാത്രമല്ല, ലോകത്തിൽ നിന്ന് ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ഭഗവതി തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. നഷ്ടപ്പെട്ട ഐശ്വര്യവും അമരത്വവും വീണ്ടെടുക്കാൻ പാലാഴി കടഞ്ഞ കഥ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ശാപത്താൽ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷയായ ലക്ഷ്മി പാലാഴി മഥനത്തിലൂടെ വീണ്ടും പ്രപഞ്ചത്തിലേക്ക് വന്ന ദിവസമാണ് ദീപാവലി എന്നൊരു ഐതിഹ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സകല ഐശ്വര്യങ്ങളുടെയും ദേവതയായ ലക്ഷ്മിയെ ദീപാവലിയിൽ ആരാധിക്കുന്നു. ശ്രീലക്ഷ്മി പൂജ കൂടിയാണ് ദീപാവലി. ഹിന്ദുമതാചാര പ്രകാരം ഏതൊരു മംഗളകർമ്മത്തിന്റെയും തുടക്കം ഗണപതി പൂജയിലൂടെയാണ്. ഇവിടെ ദീപാവലിയിലും അതിന് മാറ്റമില്ല. ലക്ഷ്മിയോടൊപ്പം ഗണപതിയെയും ആരാധിക്കുന്നു.